ഹലോ. ഐഷൂട്ടി സ്കൂൾ വിട്ട് വരുമ്പോഴേ എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിലാണെങ്കിൽ ആകെ ഈ ഏത്തപ്പഴം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടാണ് അങ്ങനെ ഞാൻ പുതിയതായിട്ടൊരു ഐറ്റം കണ്ടു. അപ്പോൾ അതിൽ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഓൾറെഡി എൻ്റെ കയ്യിലുള്ളത് തന്നെയാണ്. എന്നാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അങ്ങനെ ഞാൻ ഏത്തപ്പഴത്തിനെ അടുപ്പത്തോട്ട് വെച്ചിട്ടാണ് നല്ലപോലെ വെന്ത് വരാൻ. ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തു. ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് എല്ലാവർക്കും അറിയാം. അപ്പോൾ പൊടി എന്തോരം വേണം, വെള്ളമാണെങ്കിൽ എന്തോരം വേണം എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ വെള്ളം തിളക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചു. ശേഷം മാറ്റി വെച്ച ഏത്തപ്പഴത്തിനെ പോലെ കട്ട് ചെയ്തെടുത്തു. വേറെ ഒന്നിനുമല്ല, നല്ല ചൂടാണ്, അപ്പോൾ നാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴത്തിനെ മാറ്റി വെച്ചു. ശേഷം തിളച്ച് വന്ന വെള്ളത്തിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ആ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇടിയപ്പത്തിൻ്റെ ആ ഒരു രീതി തന്നെ. അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു കേട്ടോ. പൊടി എല്ലാ ഭാഗത്തും വെന്ത് കിട്ടാൻ വേണ്ടി നമ്മളതിന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. ശേഷം മാറ്റി വെച്ചേക്കുന്ന ആ ഏത്തപ്പഴത്തിലേക്ക് 2 ഏലക്കയും 2 3 ഏലക്കയും പിന്നെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നത് ഈ പൊടിയിൽ നമ്മൾ പഞ്ചസാര ഇടുന്നില്ല. അപ്പോൾ പിന്നെ കുറച്ച് മധുരം മുമ്പിൽ നിൽക്കാൻ വേണ്ടി അതിന് ആവശ്യത്തിനായിട്ടുള്ള പഞ്ചസാര നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആ വാട്ടി വെച്ചേക്കുന്ന പൊടിയിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുത്തു. ഞാനിത് മിക്സിയിൽ തന്നെയാണ് രണ്ടും ഒന്നുകൂടി അരച്ചെടുക്കുന്നത്. കാരണം നമ്മൾ കൈ കൊണ്ട് കുഴച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു കുഴ എല്ലാ സ്ഥലത്തും ചെല്ലില്ല. മിക്സിയിലാണെങ്കിൽ എല്ലാ ഭാഗത്തും അത് പിടിക്കും. അങ്ങനെ ഞാനതിനെ നല്ലപോലെ അരച്ചെടുത്തു. ശേഷം ഇടിയപ്പത്തിൻ്റെ പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങയും ചിരവി അതും ഇട്ട് കൊടുത്തു. പിന്നെ ബോൾസാക്കി വെച്ചേക്കുന്നത് ഈ മിക്സ് തന്നെയാണ്, പഴത്തിൻ്റെയും പൊടിയുടെയും മിക്സ് തന്നെയാണ്. അതെടുത്ത് ഇടിയപ്പം പീച്ചുന്ന ആ സാധനത്തിലേക്ക് വെച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് കറക്കി കൊടുത്തു. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു രീതി പിന്നെ ആർക്കും പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലപോലെ പീച്ചെടുത്തു. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് നേരെ വെന്ത് കിട്ടാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചു. ശേഷം കുറച്ചുകൂടി തേങ്ങ എടുത്ത് നമ്മളത് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചസാര ഇടണം. പഞ്ചസാര ഇട്ടതിന് ശേഷം വേറെ പാത്രത്തിലേക്ക് വെച്ച് നമുക്ക് കൊച്ചുങ്ങൾക്ക് കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഒരു പായസം കുടിക്കുന്നതൊക്കെ ഒരു ആ ഫീലാണ് എനിക്ക് വന്നത്. കാരണം ആ ഏലക്കയുടെയും ഒക്കെ ഒരു സ്മെല്ലും കാര്യങ്ങളും അവൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും മസ്റ്റ് ട്രൈ. വീഡിയോ കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ.